നിങ്ങളെ ഞാൻ ഫോണിൽ ഇപ്പൊ കണ്ടിട്ടേ ഉള്ളൂ. ഭൂമിയിൽ നിങ്ങളെ പറ്റിയാണല്ലോ ഫുള്ള് ചർച്ച ചെയ്യുന്നത്. ഇനി കരഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദൈവം തന്ന ജീവൻ നിങ്ങൾ ദൈവത്തിന് തന്നെ തിരിച്ചു കൊടുത്തില്ലേ? ഞാൻ എന്നും ജോലിക്ക് പോകുമ്പോൾ തന്നെ അന്നും ആ ബസ് കയറി യാത്ര ചെയ്ത. പക്ഷെ എൻ്റെ കഷ്ടകാലത്തിന് അന്ന് ഒരു ബസ്സിലൊരു പെണ്ണ് കയറി. ഞാൻ അറിയാതെ എൻ്റെ വീഡിയോ എടുത്തിട്ട് മൊത്തം പബ്ലിസിറ്റി ആക്കി. എനിക്ക് നാട്ടിൽ ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി. നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്നെ വെറുക്കലൊടുങ്ങി. അത് മാത്രമല്ല, ഞാൻ അത്ര ഇഷ്ടപ്പെടുന്ന എൻ്റെ അച്ഛനും അമ്മയും ഓരോ മുഖത്ത് ഞാൻ എങ്ങനെ നോക്കുന്ന കൂടി എനിക്ക് ആലോചിച്ചപ്പോൾ പിന്നെ ഒന്നും തോന്നിയില്ല. ജീവിതം അവസാനിപ്പിക്കല്ലാതെ പിന്നെ വേറൊരു മാർഗവും ഇല്ല ഇതിനവിടെ. ഇപ്പൊ എന്നെ കുറിച്ച് ആ നാട്ടുകാരും വീട്ടുകാരൊക്കെ നല്ലതാണല്ലോ ഇപ്പൊ പറയുന്നത്. ഈ സപ്പോർട്ട് എനിക്ക് എൻ്റെ നാട്ടുകാർ അന്നേ തന്നിനെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കൂലായിരുന്നു. പക്ഷെ ആരും എനിക്ക് സപ്പോർട്ട് ചെയ്തില്ല. എല്ലാവരും എന്നെ വെറുക്കുക ചെയ്ത്. ആരെങ്കിലും ഒരാളെനിക്ക് സപ്പോർട്ട് തന്നീനെങ്കിൽ ഞാൻ എൻ്റെ ഇഷ്ടപ്പെട്ട ജീവിതം അവസാനിപ്പിച്ച് പോരൂലായിരുന്നു. അത് നിങ്ങൾ പറഞ്ഞത് ശരിയാ. ഞാനെങ്ങനെ അവിടെ എത്തിയത് നിങ്ങൾക്ക് അറിയോ? ഞാൻ വീടുണ്ടാക്കാൻ വേണ്ടി ഒരു ലോൺ എടുത്തായിരുന്നു. അത് തിരിച്ചടിക്കാൻ വേണ്ടിയിട്ട് നാട്ടുകാരോടും വീട്ടുകാരോടും എല്ലാവരോടും പൈസ കടം ചോദിച്ചു. ആരും തന്നില്ല. ഒടുവിൽ നിവർത്തില്ലാണ്ട് ബാങ്കുകാർ വന്ന് ജപ്റ്റ് ചെയ്ത് എൻ്റെ മക്കളെ മുന്നിൽ വെച്ച് ഞാൻ വീട് ജപ്റ്റ് ചെയ്ത്. അതെനിക്ക് താങ്ങാൻ കഴിഞ്ഞില്ല. ഞാൻ വേറൊരു വഴിയില്ലായിട്ട് ഞാൻ ആത്മഹത്യ ചെയ്തു. നിങ്ങൾക്കൊരു കാര്യം അറിയോ? എൻ്റെ വീട്ടിൽ ഏകയുള്ള പ്രതീക്ഷ ഞാനായിരുന്നു. എനിക്ക് ഓർക്കിന്നെയും കാണാതെ നിൽക്കാൻ കഴിയൂല. അത്രയും നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഞങ്ങളെ കുടുംബം. ഞാനിപ്പോൾ എന്താ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതെന്ന് അറിയോ? എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് നല്ല ബുദ്ധി കൊടുക്കണേന്ന്. എന്താണെന്നറിയോ? ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ ചതിയിൽ ഓരോരുത്തർ ആളുകൾ പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സത്യാവസ്ഥ അറിഞ്ഞിട്ട് മാത്രമേ ഓരോ കുറ്റക്കാരനാക്കാൻ പാടുള്ളൂ. കാരണം എന്താ അറിയോ? എൻ്റെ ജീവിതം ഏതായാലും പോയി. ഇനി മറ്റുള്ള ആളെ ജീവിതം കൂടി ഇതേപോലെ ബലിയാടാക്കരുത്. അത്ര എനിക്ക് പറയാനുള്ളൂ.